So, sales promotion എന്താണ്? Main aim of any business is to earn maximum profit and is possible only through maximum sales. Okay. So, maximum നമുക്ക് സെയിൽസ് നടത്തുക, ആ സെയിൽസ് കൂട്ടിക്കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The maximum sales can be achieved by using various technique of sales promotion. എന്തൊക്കെയാണത്? Which include those market activities, personal സെല്ലിംഗ്, അഡ്വർടൈസിങ്, പബ്ലിസിറ്റി, അതേപോലെ കൺസ്യൂമേഴ്സിനെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക, അതേപോലെ ഡീലേഴ്സിനെ ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പം റീറ്റെയിലേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരോട് വിൻഡോ ഡിസ്പ്ലേ ഷോ, എക്സ്പോസിഷൻസ്, ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ കാണിക്കാനായിട്ട് പറയുക. ഇനി ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പർപ്പസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ: to introduce new products, to attract new customers, to maintain old customers, to improve public image of the firm, to popularize a brand name, to assist salesman and the dealers, to induce customers to purchase more items. അതായത് ആളുകളിലേക്ക് പുതിയ സാധനങ്ങൾ എത്തിക്കാൻ, ആൾക്കാരെ പുതിയ സാധനങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ, പഴയ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, പബ്ലിക്കിന്റെ മുമ്പിൽ ഈ പർട്ടിക്കുലർ സാധനത്തിന്റെ ഇമേജ് കൂട്ടി വെക്കാനായിട്ട്, അതേപോലെ ആ ഒരു ബ്രാൻഡ് നെയിം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സെയിൽസ്മാൻ അല്ലെങ്കിൽ മറ്റ് ഡീലേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. ടു ഇൻഡ്യൂസ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് മോർ ഐറ്റം, കൂടുതൽ പുതിയ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്താ പറയാ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ടെക്നിക്ക് എന്തൊക്കെയാണ്? ഒന്ന് ഫ്രീ സാമ്പിൾ, രണ്ട് ട്രേഡിംഗ് സ്റ്റാമ്പ്, കൂപ്പൺ, പ്രീമിയം അല്ലെങ്കിൽ ബോണസ് ഓഫർ, പ്രൈസ് കണ്ടസ്റ്റ്, ഫെയർ ആൻഡ് എക്സിബിഷൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ഫ്രീ സാമ്പിൾ. ഫ്രീ സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഫാർമസ്യൂട്ടിക്കൽ ഫേംസ് ആയിക്കോട്ടെ, മെഡിക്കൽ റെപ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും എന്താ ചെയ്യുക? അവരുടെ കയ്യിലുള്ള സാമ്പിൾസ് ഫിസീഷ്യൻസിന് കൊടുക്കുന്നു, എന്നിട്ട് അവരോട് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറയുന്നു? മാനുഫാക്ചർ ചെയ്യാനായിട്ട് പറയുന്നു. ഓക്കെ, സോ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഉപയോഗപ്രദമാണ്. കാരണം പുതിയതായിട്ടുള്ള പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രീ സാമ്പിൾസ് ഇസ് എ വെരി എക്സ്പെൻസീവ് മെത്തേഡ്. വലിയ ഓർഗനൈസേഷന് മാത്രമേ ഫ്രീ സാമ്പിൾസ് കൊടുത്തുകൊണ്ടൊരു എന്താ പറയുക അഡ്വർടൈസ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് ട്രേഡിംഗ് സ്റ്റാമ്പ്. ട്രേഡിംഗ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡിംഗ് സ്റ്റാമ്പ്സ് ആർ ഇഷ്യൂഡ് to customers through the retailers in proportion to the amount of purchase. ട്രേഡിംഗ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിന്, ഇപ്പൊ റീറ്റെയിലേഴ്സിലേക്ക് അവർ 5 ബോട്ടിൽ വിറ്റു വന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് 5 ബോട്ടിൽ കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരു സ്റ്റാമ്പ് കൊടുക്കുന്നു. ഓക്കെ, അപ്പം കസ്റ്റമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം റീറ്റെയിലർ ആയിക്കോട്ടെ, അവർക്ക് ഈ സ്റ്റാമ്പ് കളക്ഷനിലൂടെ ഒരു ആഡിക്വേറ്റ് എമൗണ്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റാമ്പ് കൊടുത്തുകൊണ്ട് ഒരു ഫ്രീ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ യൂഷ്വലി കാണേണ്ട തേയിലകളിലൊക്കെ തേയിലയുടെ അകത്ത് ഒരു ഫ്രീ സ്റ്റാമ്പ് ഇടാറുണ്ട്. ഇത് കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ ഒരു 5 പാക്കറ്റ് അല്ലെങ്കിൽ പിന്നീട് 5 രൂപ റീറ്റെയിലേഴ്സ് കുറച്ച് തരുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലെ? സോ ദിസ് ടെക്നിക് ഇൻഡ്യൂസസ് customers to buy product from the retailer who offer such stamp. അപ്പൊ ഈ സ്റ്റാമ്പ് ഓഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, റീറ്റെയിലേഴ്സിന് അടുത്ത് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വാങ്ങും. നെക്സ്റ്റ് ഈസ് കൂപ്പൺ. കൂപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് that entitled holder to a specified saving on the purchase of a specified product. ഓക്കെ, അതായത് ഇപ്പൊ കൂപ്പൺസ് കൊടുക്കുകയാണ് ത്രൂ മെയിൽ, ന്യൂസ് പേപ്പർ, മാഗസീൻ, റീറ്റെയിലേഴ്സ് ഒക്കെ കൂടെ അവര് കൂപ്പൺസ് എടുക്കുന്നു. ട്രെൻഡ്സ് ഒക്കെ വഴി നമുക്ക് കൂപ്പൺസ് കിട്ടാറില്ല, സെയിൽ. അപ്പൊ അവരോട് പറയുന്നു ഈ കൂപ്പൺ കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? അവിടെ ഈ പർട്ടിക്കുലർ കൂപ്പണിന് 50% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അവര് പോയിട്ട് ആ കൂപ്പൺ അനുസരിച്ച് സാധനങ്ങൾ വാങ്ങും. The retailers generally do not like this scheme because റീറ്റെയിലേഴ്സിന് അതൊരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോബ്ലംസ് ഉണ്ടാക്കും കൂപ്പൺസ് കൊടുത്തു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഈസ് പ്രീമിയം അല്ലെങ്കിൽ ബോണസ് ഓഫർ. പ്രീമിയം അല്ലെ ബോണസ് ഓഫർ എങ്ങനെയാ? നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അതിന്റെ കൂടെ 15% എക്സ്ട്രാ അല്ലെങ്കിൽ 25% എക്സ്ട്രാ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഗം വാങ്ങും അല്ലെ? കാരണം അത് പ്രീമിയം അല്ലെങ്കിൽ ബോണസ് ഓഫർ ആണ്.
സോ ഇൻ ദിസ് ടെക്നിക് ഫേം നമുക്ക് certain ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് എക്സ്ട്രാ ആയിട്ട് തരികയാണ്. ഒന്നെങ്കിൽ പ്രീമിയം പാക്കിന്റെ കൂടെ, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തിന്റെ കണ്ടെയ്നേഴ്സിന്റെ അകത്ത്, അല്ലെങ്കിൽ ഫ്രീ ഇൻ ദ മെയിൽ പ്രീമിയം. വിത്ത് പാക്ക് ആകുമ്പോ എങ്ങനെയാ, ഒരു പ്രോഡക്റ്റ് തരുന്നു കസ്റ്റമർക്ക്, അതിന്റെ കൂടെ ഒരു സ്റ്റെയിൻലെസ് സ്പൂൺ അതിന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുകയാണ് എങ്കിൽ അത് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അതേപോലെ റീയൂസബിൾ കണ്ടെയ്നർ, ഇപ്പൊ ചവനപ്രാശം ഒക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു കണ്ടെയ്നർ നമുക്ക് അതിന്റെ കൂടെ കിട്ടും അല്ലെ. സോ അതെന്താണ് റീയൂസബിൾ കണ്ടെയ്നർ. ഫ്രീ ഇൻ ദ മെയിൽ, ഫ്രീ ഇൻ ദ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, എ ഫ്രീ ഗിഫ്റ്റ് ദ കസ്റ്റമർ ഓൺ പ്രൊഡ്യൂസിങ് എ പ്രൂഫ് ഓഫ് പർച്ചേസ്. അപ്പം ക്യാഷ് മെമ്മോ, റാപ്പർ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ മെമ്മോ കൊടുക്കാം. ദെൻ പ്രൈസ് കണ്ടസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ മാഗിയുടെ ഒക്കെ പരസ്യത്തിൽ കാണാറുണ്ടല്ലേ, അവരെന്താ ചെയ്യണേ, മാഗിയുടെ പുതിയ റെസിപ്പീസ് അല്ലെങ്കിൽ മാഗിക്ക് പറ്റിയ പുതിയ കോഡ്സ് ഒക്കെ അയച്ചു തരാൻ നമ്മളോട് പറയും. സോ ദാറ്റ് ഇസ് ഫോർ പ്രൈസ് കണ്ടസ്റ്റ്. പിന്നെ ഫെയർ ആൻഡ് എക്സിബിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഡിസ്പ്ലേ. പുതിയതായിട്ടുള്ള ഫോമുകൾ അറിയാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ത്രൂ ഫെയർസ് ആൻഡ് എക്സിബിഷൻസ് നമ്മൾ എന്ത് ചെയ്യും, പുതിയ പുതിയ മെഡിക്കൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സെമിനാർസ്, കോൺഫറൻസ്, സയന്റിഫിക് കോൺഗ്രസിലൂടെയൊക്കെ നമ്മൾ അവർക്ക് ഈ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയും ഓഫറിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, സോ സച്ച് ഒക്കേഷൻസ് ഫോംസ് അവർക്ക് ഫ്രീ ലിറ്ററേച്ചേഴ്സും ആ പ്രോഡക്റ്റുകളെ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കും. നെക്സ്റ്റ് ഈസ് സെയിൽസ്മാൻഷിപ്പ്. സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെയിൽസ്മാൻഷിപ്പ് അപ്പം സെയിൽസ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ലൈഫ് എന്നാ സെയിൽസിനെ പറയുന്നത്. അപ്പം ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഓൾ ദ പ്രൊഡക്ഷൻ ഇൻ സെയിൽസ്. അപ്പം സെയിൽസ് നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് നടക്കുള്ളൂ, നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പം സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് സെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിന് മുമ്പോട്ടേക്ക് പോകാനായിട്ട് സാധിക്കൂ. ഒരു മിനിറ്റ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഫെയർസ് ആൻഡ് എക്സിബിഷൻ, സെയിൽസ്മാൻഷിപ്പ് അല്ലേ, സോറി. സോ സെയിൽസ്മാൻഷിപ്പ് എന്താണ്, ദീസ് ആർ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, സെയിൽസ് ആണ്. അപ്പം വിത്തൗട്ട് സെയിൽസ് ഒരു ബിസിനസ്സിന് മുമ്പോട്ട് പോവുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ആൻഡ് മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് സെയിൽസ് നടന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം നേരത്തെയൊക്കെ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. അപ്പം അവിടെ ഈ പറയുന്നത് ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മള് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അവിടെ ഏറ്റവും പ്രധാനം. കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നു, അവര് പിന്നീട് ഉപയോഗിക്കുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവിടെ ഒന്നിൽ കൂടുതൽ എന്താ പറയാ കോമ്പറ്റീഷൻസ് വരാറുണ്ട് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിൽസ്മാൻഷിപ്പ് ഇറ്റ് ഇസ് ദ ആർട്ട് ഓഫ് കൺവിൻസിങ് അല്ലെങ്കിൽ പെർസ്വേഡിങ് ദ വുഡ് ബി കസ്റ്റമർ. So, persuading the would-be customers to buy goods and service which will give them satisfaction. So, നേരത്തെ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കച്ചവടം നടക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കോമ്പറ്റീഷൻസ് കൂടി അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഈസി അല്ല കസ്റ്റമേഴ്സിനെ പിടിക്കുക എന്നുള്ളത്. സോ ഇപ്പൊ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ആർട്ട് ഓഫ് കൺവിൻസിങ് and persuading the would-be customers to buy goods and service
which will give them satisfaction. Okay, a great emphasis is laid on winning the confidence of buyers. It will give the satisfaction to the customers. So നമുക്കൊരു പെർമനന്റ് ഗുഡ് വിൽ ഒക്കെ സെല്ലറിന് തരാനായിട്ട് ഈ സെയിൽസ്മാൻഷിപ്പ് സഹായിക്കും. പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്. സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പഴയ ഒരു ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ടെക്നിക്കാണ് സെയിൽസ്മാൻഷിപ്പ്. ഏറ്റവും പഴയത്. പണ്ടാണ് ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് എന്റെ പ്രോഡക്റ്റ് ഇതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, നല്ലതാണ്, നിങ്ങൾ ഇത് വാങ്ങണം എന്നൊക്കെ പറയുന്നത് പഴയ ഒരു സിസ്റ്റമാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മള് ആൾക്കാരുടെ ബിഹേവിയർ അനുസരിച്ച്, അവരുടെ നീഡ് അനുസരിച്ച്, മോട്ടീവ് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ നോയിങ് ദ ഹാബിറ്റ്, taste and attitude of customers. So these informations is useful to manufacture, design better product and also improve the existing ones. Okay, so this informations are very useful for better products, also improving the existing ones. നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനും പുതുതായിട്ടുള്ള ബിസിനസിനെ ബെറ്റർ ആക്കാനും സെയിൽസ്മാൻഷിപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പോ സെയിൽസ്മാൻഷിപ്പിന്റെ കൂടുതൽ അഡ്വാൻറ്റേജസ് പറഞ്ഞു തരാം. ഒന്ന്, ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്. അപ്പം ഈ സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഇപ്പം എന്താ പറയാ, ഈ MBA ഒക്കെ കഴിഞ്ഞ കുട്ടികൾ നമ്മുടെ വീടിന്റെ അവിടെ ഒക്കെ വന്നിട്ട് സാധനങ്ങൾ സെയിൽ ചെയ്യും. അപ്പം കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇയാൾ ഫ്ലെക്സിബിൾ ആണോ, ഇയാളെ കൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ അണ്ടർസ്റ്റുഡ് ആവും അല്ലെ. അപ്പം അതാണ് പറയുന്നത്, ഇത് ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്. ഓക്കെ, so help in locating prospective buyers. It help in the creation of a demand for new product. പുതിയ സാധനങ്ങളുടെ ഡിമാൻഡ്. It help in the creation of a demand for new product. അപ്പം നല്ല റിച്ച് ആയിട്ടുള്ള ബയർ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ പ്രോഡക്റ്റിന് ഡിമാൻഡ് അറിയാൻ സാധിക്കും. ഫീഡ്ബാക്ക് കിട്ടും about the need, attitude, behavior of the consumer, objections, doubt കൺസ്യൂമേഴ്സിനെ ക്ലിയർ ചെയ്യാനായിട്ട് സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ സഹായിക്കും. ദെൻ വെരി ഇഫക്റ്റീവ് വേയിൽ ഒരു സാധനത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഇപ്പം ഒരു ഇൻഹേലർ ആയിക്കോട്ടെ, അത് ഇങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്, ഇങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്താൽ കൂടുതൽ ഇഫക്റ്റ് കിട്ടുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഇഫക്റ്റീവ് പാറ്റേൺ ആയിട്ട് മാറുമല്ലോ. ദെൻ ഒരു ഡ്യൂറബിൾ റിലേഷൻഷിപ്പ് വിത്ത് ദ കൺസ്യൂമർ. ദ സെയിൽസ്മാൻ ക്യാൻ ആക്ട് ആസ് എ കൺസൾട്ടന്റ് ടു ദ കൺസ്യൂമർ. സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് വിൽ ഗെറ്റ് ഇമ്മീഡിയറ്റ് ബൈയിങ് ആക്ഷൻ. സോ പ്രീ സെയിൽസ്മാൻ പ്രിപ്പറേഷൻ ഉണ്ട്, പ്രോസ്പെക്ടിങ് ഉണ്ട്, അപ്രോച്ചിങ് ഉണ്ട്, പ്രസന്റേഷൻ ഉണ്ട്. സോ സെയിൽസ്മാൻഷിപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ സ്റ്റെപ്സ് ഇൻ സെല്ലിംഗ് പ്രോസസ്, അത് ഏറ്റവും ആദ്യം പ്രീ സെയിൽ പ്രിപ്പറേഷൻ. ഓക്കെ, ഒരു സാധനം വിൽക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് പ്രീ സെയിൽ. വിൽപ്പനയ്ക്ക് മുമ്പ്, സെയിലിന് മുമ്പ് പ്രീ സെയിൽ പ്രിപ്പറേഷൻ, പ്രോസ്പെക്ടിങ്, approaching and presentation. Then dealing with the objections, closing the sale, follow up. പ്രീ സെയിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ സെയിൽസിന് കിട്ടിയിരിക്കുന്ന ആളെ നമ്മൾ അയാളെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, അയാൾക്ക് മോട്ടിവേറ്റ് ചെയ്യുക. അതാണ് പേഴ്സണൽ സെല്ലിംഗിൽ ഏറ്റവും ആദ്യം പ്രീ സെയിൽ പ്രിപ്പറേഷൻ. ഓക്കെ, രണ്ട്, അപ്പൊ സെയിൽമാൻ അയാൾ ഉപയോഗിക്കുന്ന, അയാൾ വിൽക്കുന്ന സാധനത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാകും, വിൽക്കാൻ ചെല്ലുന്ന കൺസ്യൂമേഴ്സിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകും, അവിടെയുള്ള കോമ്പറ്റീഷനെ പറ്റിയിട്ട് അറിയാനും സാധിക്കും. സോ ഇപ്പോ മറ്റേ സൺഡേ ഹോളിഡേക്കകത്ത് അപർണ ബാലമുരളി പോയിട്ട് അവരുടെ കയ്യിൽ ഒരു ചെരുപ്പ് വിൽക്കുന്ന ആ ഒരു സീൻ എന്ന് മനസ്സിലാലോചിച്ച് ആദ്യം അവർ എന്താണ് ചെയ്തിരുന്നത്? അവരെന്താണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടൊന്ന് പഠിച്ചു അല്ലെ. ദെൻ പ്രോസ്പെക്ടിങ്, അയാൾക്ക് ആ കൃത്യമായി കൺസ്യൂമറെ കണ്ടെത്തി പ്രൊഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പ്രീ സെയിൽ പ്രിപ്പറേഷൻ. നെക്സ്റ്റ് ഈസ് പ്രോസ്പെക്ടിങ്. പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? The salesman must locate the potential buyers, identify their need, should examine the record of past and present customer by finding out the nature and attitude of potential buyer. പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾക്ക് എവിടെയാണ് നമ്മുടെ സാധനം വാങ്ങാൻ സാധ്യതയുള്ള കൺസ്യൂമർ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി, അവരുടെ ആവശ്യകത മനസ്സിലാക്കി, പണ്ടുള്ള അവരുടെ എന്താ പറയാ ആ ഒരു നേരത്തെ അവർ വാങ്ങിയിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ അറിഞ്ഞാണ് പ്രോസ്പെക്ടിങ് നമ്മൾ ചെയ്യുന്നത്. ദെൻ അപ്രോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ സെയിൽസ്മാൻ
should introduce himself, the product and the manufacturer to the potential buyer. അപ്പൊ അപ്രോച്ചിങ് എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് ചെന്നിട്ട് നേരെ ആ സാധനം കൊടുക്കുക അല്ല വേണ്ടത്. സെയിൽസ്മാൻ അവിടെ ചെന്നതിന് ശേഷം ആ പൊട്ടൻഷ്യൽ ബയറിനോട് അയാളെ പറ്റി ആദ്യം പറയാം. ഓക്കെ, അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഒരു മിനിറ്റ്. നമ്മുടെ കസ്റ്റമർ ആരാണെന്ന് മനസ്സിലാക്കുന്നു. ആ കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആരാണ് മാനുഫാക്ചറർ എന്ന് മനസ്സിലാക്കുന്നു. വി ഹാവ് ടു ബി വെരി മച്ച് പൊളൈറ്റ് ടു ദ കസ്റ്റമർ. അതേപോലെ കോർട്ടിയസ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ വളരെ പ്രിക്വേഷ്യസ് ആയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ആ സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ഹി ഷുഡ് പ്ലസന്റ്ലി ഗ്രീറ്റ് ദ കസ്റ്റമർ ആൻഡ് ഒരു ഫ്രീ കോൺവെർസേഷൻ, ഫീൽ അറ്റ് ഹോം എന്നാണ് ഇവിടെ എഴുതിക്കുന്നത്. എന്താ, അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഡൗട്ട്സ് എൻക്വയറി ചെയ്യാനും അവർക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് if he is busy with some other customer, he should assure the customer that he would attend to him presently. Okay, അപ്പം വേറൊരു കസ്റ്റമറുമായിട്ട് ബിസി ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. ഐ ആം ബിസി വിത്ത് അനദർ കസ്റ്റമർ എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് പ്രസന്റേഷൻ. പ്രസന്റേഷൻ എന്താ? The object of presentation is to convince the customer that he needs this type of product അല്ലെങ്കിൽ service, and this particular product അല്ലെങ്കിൽ service will fulfill his need. അപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കസ്റ്റമർക്ക് തോന്നേണ്ടത് എന്താണ്? ലൈക്ക് എന്താ പറയാ, എന്റെ ആവശ്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്, എനിക്ക് അവര് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. ആൻഡ് ദ സെയിൽസ്മാൻ ഷുഡ് ഡിസ്ക്രൈബ് ദ salient features and uses of the product in brief. Okay, so ആ സെയിൽസ്മാന് അയാളുടെ ആ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സും അതിന്റെ യൂസിനെ പറ്റിയിട്ടും ഒക്കെ പറയാൻ പറ്റണം. അതേപോലെ ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും, അതായത് ഇപ്പം എന്താ പറയുക, എൻട്രി കോഡ് ആണ്, സസ്റ്റെയിൻ റിലീസ് ആണ്, അങ്ങനെയൊന്നും ഒരു ഡ്രഗിനെ പറ്റി പറയാൻ സാധിച്ചില്ലെങ്കിലും ബേസിക് ആയിട്ട് അതിന്റെ ഫോർമുലേഷൻ, അതിന്റെ കെമിക്കൽ കോമ്പൗണ്ട്സിന് എന്തിനു ഉപയോഗിക്കുന്നു, എന്തൊക്കെ സൈഡ് ഇഫക്ട് വരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. So dealing with objections. So certain objections can be raised by the customer after presentation which could be welcomed. അപ്പം സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ഷന് വേണ്ടി സംസാരിക്കാം. സോ അത്തരം എന്താ പറയാ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് പോലും നമ്മൾ വളരെ വാം വെൽക്കമിങ് ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, സോ അപ്പം അങ്ങനെയുള്ള ഇപ്പൊ ചിലപ്പോൾ പ്രൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റി പോരായെന്നായിരിക്കാം, ഡിസൈൻ പോരാന്നായിരിക്കാം. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ആ കസ്റ്റമർ ചോദിക്കാം. അപ്പം ആ സമയം നമ്മളുടെ ക്ഷമയൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് സമയമെടുത്ത് അയാൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അയാളെ സഹായിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട എയിം എന്താണ്? കസ്റ്റമർക്ക് ആ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാന് ഏറ്റവും പ്രധാനം. ദെൻ ക്ലോസിംഗ് ദ സെയിൽസ്. ആ സെയിൽസ് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഓക്കെ, ക്ലോസിംഗ് ദ സെയിൽ എന്താണ്? വൺസ് ദ കസ്റ്റമർ ഹാസ് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ബൈ ദ പ്രോഡക്റ്റ്, സെയിൽസ്മാൻ ഷുഡ് ക്ലോസ് ദ സെയിൽ ഇൻ എ കോർഡിനൽ മാനർ. അപ്പൊ പുള്ളിക്കാരൻ വാങ്ങുക എന്നുള്ളത് മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കോർഡിനേറ്റ് ചെയ്ത് ഇത് തന്നെയാണ് റൈറ്റ് ചോയ്സ് എന്നുള്ളൊരു ഫീലിംഗ്
ഉണ്ടാക്കുക. The customer should be made to feel that he has made the right choice. It is very difficult ഒരു സെയിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ആ ഒരു കസ്റ്റമർ ആ ഒരു ഡിസിഷനിൽ എത്തണം. ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് അതിന്റെ പ്രൈസ് ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിരിക്കണം. സോ അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ദ കസ്റ്റമർ ഷുഡ് ബി pressurized to get in a particular item. അപ്പൊ ഒരിക്കലും ഇത് വാങ്ങൂ എന്ന് വാശി പിടിച്ചൊരിക്കലും ഒരു സാധനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാങ്ങിപ്പിക്കാൻ ശ്രമിക്കാൻ പാടില്ല. ഫോളോ അപ്പ് എന്താണ്? ഫർദർ ഫോളോ അപ്പ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ കേസ് ഓഫ് റീറ്റെയിൽ ഫാർമസി. കാരണം ഒരിക്കൽ വരുന്ന ഒരു കസ്റ്റമർ ആയിരിക്കില്ല പിന്നീട് വരുന്നത്. പക്ഷെ പൊതുവെ നമ്മൾ സെയിൽസ്മാൻഷിപ്പ് പറയുമ്പോൾ ഫോളോ അപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഐദർ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സപ്ലയറോടൊക്കെ ഒന്ന് പറയാം അല്ലെ. റെപ്രസെന്റേറ്റീവ് അവർ സപ്ലയർ ജനറലി ഫോളോ അപ്പ് അല്ലെ. അപ്പം ചില സമയത്ത് സിപ്ല അല്ലെങ്കിൽ റാൻഡാക്സിന്റെ ഒക്കെ കമ്പനിയിലെ സ്റ്റാഫ് വരുമ്പോ അവരും നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്? നമ്മളോട് എൻക്വയറി നടത്താറുണ്ട്. ദാറ്റ് സോൾഡ് ഇൻ സോൾഡ് ഔട്ട് ഒക്കെ അവർ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാറുണ്ട്. നെക്സ്റ്റ് ഈസ് സെയിൽസ്മാൻഷിപ്പ്. എന്താണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്? അപ്പം എ പേഴ്സൺ who is a salesman എന്നൊരു ചോദ്യം ചോദിച്ചാൽ a person who is engaged in selling goods to the customer, അയാളെയാണ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അയാളെ നമ്മൾ ഒരു സെയിൽസ്മാൻ ഒരിക്കലും ഉണ്ടാവുകയല്ല അല്ലെ, നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ അങ്ങനത്തെ നല്ല സെയിൽസ്മാനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാ. കാരണം അയാൾക്ക് അയാളുടെ സെയിൽസ് പ്രൊഫഷൻ ഇംപ്രൂവ് ചെയ്യാം, പ്രോപ്പർ കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ട്രെയിനിങ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അത് ടാലന്റ് ആണ് അല്ലെ. To engage well qualified, trained, energetic young persons as the company's sales force. So ഒരു ക്വാളിറ്റീസ് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, മെന്റൽ ക്വാളിറ്റി, സോഷ്യൽ ക്വാളിറ്റി, വൊക്കേഷണൽ സ്കിൽസ്, ഇത്രയായിരിക്കണം ഒരു സെയിൽസ്മാന് ഉണ്ടാവേണ്ടത്. അപ്പം ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാ? ഒന്ന്, നല്ല അട്രാക്റ്റീവ് ആയിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം, ക്ലിയർ വോയിസ് ആയിരിക്കണം, ക്രിസ്പ് ആയിട്ട് നല്ല ടോണിൽ സംസാരിക്കണം. അപ്പുറത്തിരിക്കുന്ന ആളെ ഇംപ്രസ് ചെയ്യാനായിട്ട് അയാൾക്ക് സെയിൽസ്മാന് സാധിക്കും. ഹി ഷുഡ് പൊസസ് ഗുഡ് ഹെൽത്ത്, നല്ല ഒരു സൗണ്ട് ഫിസിക് ആയിരിക്കണം അയാൾക്ക് ഉണ്ടാകേണ്ടത്. അയാളുടെ ഒരു ജോലി എന്ന് പറയുന്നത് നല്ല ഒരു ഫിസിക്കൽ സ്ട്രെയിൻ ഉണ്ട് അല്ലെ, അതുകൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ ക്ഷീണിതനാവാം. പക്ഷെ അതൊന്നും അയാളുടെ വർക്കിനെ സാരമായി ബാധിക്കാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു വ്യക്തി, നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഹി ഷുഡ് വെൽ ഡ്രസ്ഡ്, കാരണം അതേപോലെ പ്ലീസിങ് ആയിരിക്കണം, ചാമിങ് പേഴ്സണാലിറ്റി ആയിരിക്കണം, ഗുഡ് ഇംപ്രഷൻ ഓൺ ബയേഴ്സ് ആയിരിക്കണം. മെന്റൽ ക്വാളിറ്റീസ് എന്താ? എ ഗുഡ് സെയിൽസ്മാൻ ഷുഡ് പോസസ് എ സൗണ്ട് മെമ്മറി, presence of mind, imagination, foresightful, sound judgment and initiation. ഇന്റലിജന്റ് ആയിരിക്കണം, എന്താണ് വാങ്ങാൻ വരുന്ന ആളുടെ ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. He must have the imagination to look at things from a viewpoint of the customer. കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് വാങ്ങിപ്പിക്കാൻ ഉള്ള ഒരു ടാലന്റ് ഉണ്ടായിരിക്കണം. And a salesman can be regular with permanent customer only through good mental qualities. Okay. ഇനി സോഷ്യൽ ക്വാളിറ്റീസ് എടുക്കുകയാണെങ്കിലോ, അയാൾക്ക് ആളുകളെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരുടെ കൂടെ മിങ്കിൾ ചെയ്യാനുള്ള എബിലിറ്റി വേണം. നാണിച്ച് മാറി നിൽക്കാനൊന്നും പാടില്ല. ചെയ്യുന്ന ജോലിയിൽ നല്ല രീതിയിൽ സിൻസിയർ ആയിട്ട് കോപ്പറേറ്റീവ് ആയിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ദെൻ സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ഒരുപാട് തരത്തിലുള്ള കസ്റ്റമേഴ്സിനോട് അവരെന്ത് ചെയ്യണം? ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ വളരെ ക്ഷമയോടുകൂടി ഓരോ ആളെയും കേട്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. ഹാസ് ടു ബി പൊളൈറ്റ്, കോർട്ടിയസ് വെൻ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുമ്പോൾ. ആൻഡ് കസ്റ്റമേഴ്സിന് കറക്റ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ചൂസ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക. ഇനി വൊക്കേഷണൽ സ്കിൽസ് ഉണ്ട്. വൊക്കേഷണൽ സ്കിൽസ് എന്താ? എന്താണോ വിൽക്കുന്നത് ആ ഒരു സാധനത്തിന്റെ ഒരു ബേസിക് നോളജ് വേണം. ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്കില്ലുള്ള ഒരു ജോലിയാണ്, ഒരു സ്കില്ലാണ് ഏറ്റവും ആവശ്യം. അതേപോലെ ട്രെയിനിങ്ങും ആപ്റ്റിറ്റ്യൂഡും നല്ല നോളജും ഒക്കെ വേണം. ഓക്കെ. ആൻഡ് കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ് ഓൾറെഡി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ സച്ച് നോളജ് ഈസ് വെരി എസെൻഷ്യൽ ടു ഹാൻഡിൽ ഒബ്ജെക്ഷൻസ് ഓഫ് ദ കസ്റ്റമർ ആൻഡ് കൺവിൻസ് ദം ടു ബൈ ദ പ്രോഡക്റ്റ്. അവരെ മനസ്സിലാക്കി അവരോട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു ഗുഡ് സെയിൽസ്മാനെ അത് വാങ്ങിപ്പിക്കാനായിട്ട് സാധിക്കണം. ഇത്രയാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് ഈസ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
പരസ്യം അല്ലെ, എങ്ങനെ ഒരു ഡ്രഗിനെ പരസ്യം ചെയ്യാമെന്നാണ് അഡ്വർടൈസിംഗിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈസ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് ഈസ് ആൻ ആർട്ട്. ഓക്കെ, ഒരു കലയാണ്. അവിടെ പബ്ലിക്കിനോട് അവര് ഇത്തരം സാധനത്തിനോട് എന്താണോ അവർ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ് അതിന് ഡിസ്ക്രിപ്ഷൻ ഒക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഫെമിലിയർ ആക്കിയിട്ട് മറ്റുള്ള ബ്രാൻഡിനേക്കാളും നല്ലത് ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അഡ്വർടൈസിങ്. അഡ്വർടൈസർ ഹാസ് ടു പേ ഫോർ ദ സ്പേസ് ഓർ ടൈം യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ് ടു ഹിസ് കസ്റ്റമർ. അപ്പൊ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നു, ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിനെ ഒക്കെ അറിയിക്കുന്ന ഒരു ആർട്ടിനെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ക്രിയേറ്റ് എ ഡിമാൻഡ് ഫോർ എ ന്യൂ പ്രോഡക്റ്റ് ബൈ എക്സ്പ്ലൈനിങ് ഇറ്റ്സ് യൂട്ടിലിറ്റി. അതിന്റെ ആവശ്യം, അതിന്റെ യൂട്ടിലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യിക്കുക. അപ്പം ഒരു സോപ്പ് ആണെങ്കിൽ ആ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് യൂസ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗിക്കുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ദ അഡ്വർടൈസർ ഹാസ് ടു പേ ഫോർ ദ സ്പേസ് അല്ലെങ്കിൽ ടൈം യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ് ടു ഹിസ് കസ്റ്റമർ. സോ അതൊരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ നമ്മുടെ അഡ്വർടൈസർ കസ്റ്റമറിലേക്ക് ഒരു പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അഡ്വർടൈസിങ് നടത്തേണ്ടത്. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് അഡ്വർടൈസ്മെന്റ്. എന്തിനാണ് അഡ്വർടൈസ്മെന്റ് ചെയ്തത്? പുതിയ പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ, ഡിമാൻഡ് കൂട്ടാൻ, സെയിൽസ്മാന്റെ അസിസ്റ്റൻസിന്. അതായത് ഒരു സെയിൽസ്മാൻ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഒരു അഡ്വർടൈസ്മെന്റ് ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, then to warn the public against the imitation of the product. അതുപോലെ നമ്മുടെ ഫേം എന്തിനാണ് നിലകൊള്ളുന്നത്, അതിന്റെ ഗുഡ് വിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് എന്ത് ചെയ്യാം, അഡ്വർടൈസിങ് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്പ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ടു ദ മാർക്കറ്റ്. സെയിൽ കൂട്ടാൻ, സർവീസ് കൂട്ടാൻ, ഇത്രയും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നമ്മളുടെ ഫേമിന്റെ സ്ഥാനം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഡിമാൻഡ് കൂട്ടുക, പ്രൊഡക്ഷൻ കൂട്ടുക, റെപ്യൂട്ടേഷൻ കൂട്ടുക, കൺസ്യൂമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക, ആൻഡ് ഓൾസോ കോമൺ ആയിട്ടുള്ള പീപ്പിളിന്റെ സ്റ്റാൻഡേർഡ് ബെറ്റർ ആക്കുക. ദെൻ എംപ്ലോയ്മെന്റ് ഫോർ ആർട്ടിസ്റ്റ് ആൻഡ് അതർ പേഴ്സൺസ്, റവന്യൂ ഫോർ ന്യൂസ് പേപ്പർ, മാഗസിൻ ആൻഡ് പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ അത് ഓവറോൾ എക്സ്പെൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനും അതനുസരിച്ച് ലാഭം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് യൂണിഫോമിറ്റി, സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കും. മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ സ്ഥാനം കൂടുതലായിട്ട് പിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്താ? It multiplies the need of the people by inducing them to buy things which they do not really need or cannot afford to buy. ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ സാധനം അവർക്ക് ആവശ്യമില്ലായിരിക്കാം. ഓക്കെ, മേ നോട്ട് ബി നീഡഡ്, അല്ലെങ്കിൽ അവർക്കത് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കില്ല. പക്ഷെ ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ അവര് നിർബന്ധിക്കപ്പെടുകയാണ്, ഇത് വാങ്ങാനായിട്ട് അവര് നിർബന്ധിതരാവുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് it does not necessarily increase the demand and sale of the product. It simply shift demand from one seller to the other. അപ്പം ഇത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മളുടെ ബ്രാൻഡിന്റെ സെല്ലിംഗ് കൂട്ടുകയല്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പം കൺസ്യൂമേഴ്സിന്റെ അവർ ഇത്തരം ഒരു സാധനം കണ്ടാൽ ഇത് കൊള്ളാം എന്ന് അവര് പരസ്യം കാണുമ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മുടെ തന്നെ പ്രോഡക്റ്റ് അവര് വാങ്ങണം എന്നില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെല്ലറുടെ പ്രോഡക്റ്റിലേക്ക് വഴിമാറാനുമുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, so next is it involve a huge wasteful expenditure because majority of the advertisement എന്ന് പറയുന്നത് ഒന്ന് ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ടാണ്. ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നു, പിന്നീട് അവർ അതിനെ മറന്നു കളയുന്നു. അപ്പം ഒരുപാട് എന്താ പറയാ പണം ചെലവഴിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ പോലും ചിലപ്പോൾ അത്രത്തോളം ഉള്ളൊരു യൂട്ടിലിറ്റി അതിന് കിട്ടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. Then it increase the cost of production. Then many a time ചിലപ്പോൾ നമുക്ക് എന്താ ഒരു അഡ്വർടൈസ്മെന്റിനകത്ത് മിസ് റെപ്രസെന്റേഷൻസ് ഒക്കെ ഉണ്ടാകും. ഇനി അഡ്വർടൈസ്മെന്റിന്റെ ഒരു ഡിഫറെന്റ് പാർട്സ് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ഉണ്ടാകേണ്ടത് എന്താണ്? ഹെഡിങ്. ഏറ്റവും മുകളിൽ തലയല്ലേ? സോ ഹെഡിങ്,
അതിനുശേഷം അതിനൊരു തീം ഉണ്ടായിരിക്കണം, ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു പിക്ചർ ഉണ്ടായിരിക്കണം, ദെൻ ആർഗ്യുമെന്റ് ഉണ്ടായിരിക്കണം, ആൻഡ് ഏറ്റവും അവസാനം ഒരു ക്ലോസിംഗ് പാർട്ട് ഉണ്ടായിരിക്കണം. ഇതാണ് അഡ്വർടൈസ്മെന്റ്. സോ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹെഡിങ്. അതൊരു വേർഡ് ആയിരിക്കാം, ഒരു ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിരിക്കാം. ഓക്കെ, സോ അത് ഒരുപാട് ലെങ്തി ആവാൻ പാടില്ല, ചെറുതായിരിക്കണം. നെക്സ്റ്റ് ഈസ് തീം. തീം എന്ന് പറഞ്ഞാൽ എന്താ, it gives the basic idea about the product and highlight its distinctive advantage. ഇപ്പൊ തീം എന്ന് പറയുന്നത് എന്താണ്, ആ പ്രോഡക്റ്റിനെ പറ്റി ഒരു ബേസിക് ഐഡിയ, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആ ഒരു അതിന്റെ ഗുണങ്ങളെ പറ്റി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ആ പ്രോഡക്റ്റിന്റെ ഇമേജ് ഒന്ന് അഡ്വർടൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ ആ ടാബ്ലറ്റിന്റെ അവിടെ ഒരു ചുമക്കുന്ന ഒരാളെ റെപ്രസെന്റ് ചെയ്യാൻ കപ്പിനും കോൾഡിനും ഒക്കെ കൊടുക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. ബാക്കിലേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ സ്പൈനലിന്റെ അവിടെ കുറച്ച് റെഡ്നെസ് പോലെ കാണിക്കും അല്ലെ. പേഷ്യൻസിന് അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കും. അതാണ് തീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിക്ചർ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ഫോട്ടോ നമ്മൾ ആ പർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് കൂടെ വിടും. അപ്പൊ ഈ ഫോട്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, മോഡൽസിനെയോ സ്റ്റാർസിനെയോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ പ്രോഡക്റ്റ് വേഗം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മമ്മൂടിയുടെ പരസ്യം, മോഹൻലാലിന്റെ പരസ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ, ആ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ഉള്ളത് കൊണ്ടാ. ദെൻ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് എന്താ, നവഡേ ആർഗ്യുമെന്റ് ഇൻ favor of the advertised product are given in the advertisement. So the purpose of giving the argument is to convince the customer about the utility of the product. നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മറ്റുള്ളവരെയൊക്കെ വെച്ചിട്ടുള്ള ഉപയോഗം, അതാണ് ആർഗ്യുമെന്റിന്റെ അകത്ത് പറയേണ്ടത്. ക്ലോസിംഗ് പാർട്ടിനകത്ത് എന്ത് പറയാം, അഡ്വർടൈസിങ് കോപ്പി, അതായത് ഒന്ന് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുക. അതിന്റെ അഡ്രസ്സ് എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലോസിംഗ് പാർട്ടിൽ പറയുക. അപ്പൊ അഡ്വർടൈസ്മെന്റിന് 5 ഭാഗങ്ങളുണ്ട്: ഹെഡിങ്, തീം, പിക്ചർ, ആർഗ്യുമെന്റ്, ക്ലോസിംഗ്. ഓക്കെ, ഇനി മീഡിയ ഫോർ അഡ്വർടൈസ്മെന്റ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് ദ മീൻസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ഫ്രം ദ അഡ്വർടൈസർ ടു ദ പബ്ലിക് ഈസ് നോൺ ആസ് അഡ്വർടൈസിങ് മീഡിയ. അപ്പം ഒരു മെസ്സേജ് അഡ്വർടൈസറുടെ അടുത്ത് നിന്ന് ആ ഒരു പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന ആ ഒരു മീൻസിനെയാണ് അഡ്വർടൈസിങ് മീഡിയ എന്ന് പറയുന്നത്. ഒന്ന് പ്രസ്, ന്യൂസ് പേപ്പർ, മാഗസിൻ, പിന്നെ ലിറ്ററേച്ചർ, ലെറ്റർ, സർക്കുലേറ്റ്, കാറ്റലോഗ്, ലീഫ്ലെറ്റ്. ദെൻ എക്സ്റ്റേണൽ അഡ്വർടൈസ്മെന്റ്. എക്സ്റ്റേണൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പോസ്റ്റർ ഓൺ വാൾസ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ പോസ്റ്റർ ഒക്കെ ഒട്ടിക്കില്ല, അതാണ് എക്സ്റ്റേണൽ അഡ്വർടൈസ്മെന്റ്. ദെൻ മിസലേനിയസ് അഡ്വർടൈസ്മെന്റ് ഏതൊക്കെയാണ്, TV, റേഡിയോ, വിൻഡോ ഡിസ്പ്ലേ, സിനിമ ആൻഡ് വീഡിയോ കാസറ്റ്. കുറച്ചും കൂടെ ഒരു ഓഡിയോ വീഡിയോ വിഷ്വൽ എംഫസിസ് കൊടുക്കുന്നതാണ് മീഡിയ ഫോർ അഡ്വർടൈസിംഗ്. So next is advertisement and the pharmaceutical industry. അപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്ക് മറ്റേ മെഡിക്കൽ ആൻഡ് നമ്മുടെ എന്താ പറയാ ഫാർമസി ആക്ട്, DNC ആക്ട് പ്രകാരം നമുക്ക് എല്ലാ ഡ്രഗിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് അല്ലെ. സോ റിഗാർഡിംഗ് അഡ്വർടൈസ്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ്, WHO has reserved as below. Advertisement of pharmaceutical product should be truthful. സത്യസന്ധമായിരിക്കണം. ഒരു റോങ് സ്റ്റേറ്റ്മെന്റും അതിന്റെ കണ്ടന്റിനെ പറ്റിയിട്ടോ പെർസെന്റേജിനെ പറ്റിയോ ഒന്നും എന്ത് പറയാൻ പാടില്ല, ഒരു തരത്തിലുള്ള കളവും നമ്മൾ പറയാൻ പാടില്ല. പറയുന്നതൊക്കെ എന്തായിട്ട് വേണം, സത്യമായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കണം. It should provide full details regarding the action, uses, then proprietary name, generic name, dosage, mode of administration, side effect, toxic effect, the treatment, precaution, contract indication. Okay, so ഒരു മരുന്നിനെ പറ്റി പറഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുക. ആക്ഷൻ, യൂസ്, proprietary name, generic name, dosage, form,
മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സൈഡ് ഇഫക്റ്റ്, ടോക്സിക് വന്നാൽ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, റിക്വേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, ഇതെല്ലാം എന്തായിരിക്കണം, സത്യസന്ധമായിട്ട് സയന്റിഫിക്കലി കറക്റ്റ് ആയിട്ടുള്ള പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഒരു മിനിറ്റ്. Okay, so next, okay, then a customer അല്ലെങ്കിൽ ഒരു പേഷ്യന്റ്, അയാൾക്ക് വിത്തൗട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഒരു ഫിസീഷ്യന്റെ ഒരു പ്രിസ്ക്രൈബറുടെ നിർദ്ദേശമില്ലാതെ ഒരു ഡ്രഗ് പോയിട്ട് വാങ്ങാൻ പറ്റും. മിക്കവാറും ഉള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളെല്ലാം ഈ പറയുന്ന പോലെ ഈ എത്തിക്കൽ പ്രോഡക്റ്റ്, ഒരു ഡയറക്റ്റ് ആയിട്ട് അഡ്വർടൈസ്മെന്റ് കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു DNC ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരം സാധനങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, then the following methods are used for advertising pharmaceutical product. ഒന്ന്, ഡയറക്റ്റ് മെയിൽ ചെയ്യാം, then newspapers. അപ്പൊ നമുക്ക് പൊതുവെ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾക്കായിരിക്കും അല്ലെ നമ്മൾ ഈ പറയുന്ന പോലെ കൊടുക്കുന്നത്. കാരണം എന്താ നമ്മൾ അറിയാവുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കാനുള്ള കാര്യം എന്താ, അവർക്കാവുമ്പോൾ നമ്മൾ ഈ പറയുന്നതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കും, ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി മെയിലിംഗ് യൂസ് ചെയ്യാം, ന്യൂസ് പേപ്പർ, പ്രൊഫഷണൽ മാഗസിൻ, ജേർണൽസ്, ടെലിവിഷൻ, റേഡിയോ, അതർ വിഷ്വൽ മീഡിയ, പേഴ്സണൽ കോൺടാക്ട്, ഡീറ്റെയിലിംഗ്, ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്, മിസലേനിയസ് മെത്തേഡ്. ഇത്രയാണ് പൊതുവെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെയിലിംഗ്. സോ ഇൻ ദിസ് മെത്തേഡ് ഒരു മെയിലിംഗ് ലിസ്റ്റ്, രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഡ്രഗിസ്റ്റ് ആയിക്കോട്ടെ, കെമിസ്റ്റ് ആയിക്കോട്ടെ, അവരുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ലെറ്റർ, ലീഫ്ലെറ്റ്, ഫോൾഡേഴ്സ്, കാറ്റലോഗ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാം. അതെന്ത് ചെയ്യാം, ഒരു യൂണിഫോം ആയിട്ട് ഇവർക്ക് എല്ലാവർക്കും ത്രൂ മെയിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, സോ ഓൾ ദ ഡീറ്റെയിൽസ് ഷുഡ് ബി ദേർ. ആൻഡ് മെയിൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് പേഴ്സണൽ അപ്പീൽ ആണ്, കാരണം ഇറ്റ് ഈസ് അഡ്രസ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെന്റ് സീക്രസി പാലിക്കപ്പെടും. മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്, ദിസ് ടെക്നിക് ഓഫ് അഡ്വർടൈസിംഗ് ഈസ് ദ ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് കവറേജ്. കുറച്ച് കവറേജ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിപ്പം ഒരു 10 ഡോക്ടേഴ്സിന് 10 ഡോക്ടേഴ്സിന് മാത്രമല്ലേ കാണുള്ളൂ. സീക്രസി ഉണ്ടെങ്കിലും കുറച്ച് ആൾക്കാരിലേ എത്തുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് ടെലിവിഷൻ, റേഡിയോ ആൻഡ് അതർ വിഷ്വൽ മീഡിയ. ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ്, വളരെ ഇഫക്റ്റീവ് ആണ്. അപ്പൊ കാണുന്ന ആൾക്കാർക്ക് കേൾക്കാനും പറ്റും, കാണാനും പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താ, അവരെ വേഗം അവരുടെ മനസ്സിലേക്ക് ഇത് പതിക്കും. ഓക്കെ, അപ്പം ഒരു നല്ല മെത്തേഡാണ്, പക്ഷെ ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി. വളരെയധികം ചെലവേറിയ ഒരു ടെക്നിക്കാണ് ടെലിവിഷൻ, റേഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചുകൂടെ എന്താ പറയാ പോപ്പുലർ ആണ്. ആൻഡ് ജനറലി കൊമേഴ്സ്യൽ സർവീസസ്, ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ ആണെങ്കിൽ അത്രത്തോളം കോസ്റ്റ് വരില്ല. റേഡിയോ അഡ്വർടൈസ്മെന്റ് നമുക്ക് എന്താ പറയാ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് ചെയ്യാനും റേറ്റ് കുറച്ചുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പീപ്പിൾ ആണെങ്കിൽ എത്ര ബിസി ആണെങ്കിലും റേഡിയോനോടൊക്കെ കുറച്ചും കൂടെ ആൾക്കാർ ലിസൺ ചെയ്യാറുണ്ട്. സോ ദ ബിഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ജനറലി സ്പോൺസർ entertaining programs on TV and radio to popularize themselves and their product. Okay, so next is personal contract and detailing. അപ്പം in a process of sales promotion അല്ലെങ്കിൽ advertisement by personal contact, pharmaceutical manufacturers എന്ത് ചെയ്യണം, അവര് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിനെ വെക്കണം. അതിനാണ് പേഴ്സണൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ സൺ ഫാർമ ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലെ, അതേപോലെ. ഓക്കെ, സോ അവർക്ക് പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്നതാണ് ഞങ്ങളുടെ സാധനം, ഇന്ന ഉപയോഗങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയാനായിട്ട് സാധിക്കും. സോ ദിസ് മെത്തേഡ് ഇസ് വെരി കോസ്റ്റ്ലി. വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മാത്രമേ ഇത് പ്രിഫർ ചെയ്യുന്നുള്ളൂ. So it provide an opportunity to inform the physician
ആൻഡ് റീറ്റെയിലർ അബൌട്ട് ദ ന്യൂ ഫേം. അപ്പൊ ഒരു പുതിയ കമ്പനി തുടങ്ങിയാൽ തന്നെ അവിടെ നമുക്ക് ഇന്ന സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയിക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു റിഫ്രഷ് ദ മെമ്മറി ഓഫ് ദ ഫിസീഷ്യൻസ്. അത് മറന്നുപോയൊരു ഡ്രഗ് ആണെങ്കിലും ബ്രാൻഡ് ആണെങ്കിലും അതിന് ഓർത്തെടുക്കാൻ സഹായിക്കും. സംശയങ്ങൾക്ക് മറുപടി തരും. പുതിയ ഫോർമുലേഷൻസ് ഒക്കെയാണ് ചിലപ്പോൾ ഫിസീഷ്യൻസ് അത്ര അപ്ഡേറ്റഡ് ആയിരിക്കില്ല. അപ്പൊ അവർക്ക് അതിനെപ്പറ്റി ഒരു നിർദ്ദേശം കൊടുക്കാനായിട്ട് സാധിക്കും. Then it helps to have a feedback from physicians regarding the product of the firm. Then it helps the company with an opportunity to demonstrate and explain its product. Okay, usually medical representatives ചെയ്യുന്നത് എന്താ, അവരുടെ കയ്യിലുള്ള പുതിയ പ്രോഡക്റ്റിനെ പറ്റി ഫിസിഷ്യൻസിന് അടുത്ത് കൊണ്ടുചെല്ലുന്നു. അവർക്ക് പേഴ്സണലി ഫിസിഷ്യൻസിന് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാനും സാധിക്കും. Okay, then outdoor advertisement. This type of advertisement is being very popular nowadays. ഇപ്പൊ അത് വളരെയധികം പോപ്പുലർ ആണ്. Outdoor advertisement means എന്താ, the exhibition of an advertisement at street corners, railway stations, bus stand, movie vehicle. Outdoor advertisement എന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ ചെയ്യാം. പുറത്ത് ഒരു ഓപ്പൺ ആയിട്ടൊരു ഫ്ലെക്സിബിൾ അഡ്വർടൈസ്മെന്റ് വെക്കുന്നതിനെയാണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ് എന്ന് വെക്കുന്നത്. അതിന്റെ പല രീതികളാണ്. ഒന്ന് സ്കൈ റൈറ്റിംഗ്. സ്കൈ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ ബലൂണിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് ഒരു പിക്ചർ കൂടി മെസ്സേജ് ഇങ്ങനെ ആകാശത്ത് പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ പറത്തി വിടുക. ഇൻ അഡ്വാൻസ്ഡ് കൺട്രീസ് എയറോപ്ലെയിൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റ് അത് എയറോപ്ലെയിനിൽ മൊത്തത്തിൽ പരസ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലേറ്റ് ഈവനിങ്ങിൽ ഓപ്പൺ സ്കൈയിലൊക്കെ അത് നല്ലൊരു മെസ്സേജ് ഒരു ബാനർ ആയിട്ട് ആക്റ്റീവ് ആണ് സ്കൈ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത പോസ്റ്റേഴ്സ് ഓർ ഹോൾഡിങ്സ്. അപ്പൊ അത് ഇങ്ങനെ റോഡ് സൈഡിലും സ്ട്രീറ്റിലും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അത് എന്ത് ചെയ്യും, പോസ്റ്റേഴ്സ് ഒട്ടിക്കുക. അപ്പം പ്രിന്റ് ചെയ്തിട്ടോ പേപ്പറിലോ ഹാൻഡ് റിട്ടൺ ആയിട്ടോ മെറ്റൽ ഷീറ്റിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഒട്ടിക്കാം. പക്ഷേ ഇത് വായിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇറ്റ് വിൽ ടേക്ക് ഫ്യൂ മിനിറ്റ്സ്. ലൈക് സാൻഡ്വിച്ച്മെന്റ്. സാൻഡ്വിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പോസ്റ്റേഴ്സ് ഉള്ള മെസ്സേജ് നമ്മൾ അഡ്വർടൈസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, സിറ്റീസിന്റെ പല ലൊക്കേഷനിലേക്ക് വിടുന്നു. അവിടെ അത് ഫാൻസി അറ്റയേഴ്സില് നമ്മൾ എന്താ പറയാ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ലോഗൻസോട് കൂടി അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ആൾക്കാരെ ശ്രദ്ധിക്കുന്ന പാട്ടൊക്കെ ഇട്ട് നമ്മൾ അതിന് അത് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ് ചെയ്യുന്നതാണ് സാൻഡ്വിച്ച്മെന്റ് മെത്തേഡ്. ദെൻ ട്രാൻസിറ്റ് അഡ്വർടൈസ്മെന്റ്. ട്രാൻസിറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാർ കാർഡ്സ് അല്ലെങ്കിൽ ബൈ ട്രാവലിംഗ് ഡിസ്പ്ലേസ്. ഓക്കെ, സോ ഈ ഒരു ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു മൂവിങ് വെഹിക്കിളിലൊക്കെ ആയിരിക്കും യൂഷ്വലി ഉണ്ടാവുന്നത്. അപ്പം ഒന്നെങ്കിൽ പാസഞ്ചേഴ്സ് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കയറുന്ന സമയത്ത് അവർക്ക് വായിക്കാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പം അത് കാർ കാർഡ്സ് എന്ന് തന്നെ പറയും, ട്രാൻസിറ്റ് അഡ്വർടൈസിങ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, റെയിൽവേ ഗാരേജിന്റെ അകത്ത് ബസ്, ടാക്സീസ്, ട്രാംസ്, അതർ വെഹിക്കിൾസിലൊക്കെ ഇത് എന്ത് ചെയ്യും, ഇതിങ്ങനെ എന്താ പറയാ അഡ്വർടൈസ്മെന്റ് ഒരു മൂവിങ് വെഹിക്കിളിലൊക്കെ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇതിൽ ഇലക്ട്രിക് സൈൻസ് ആൻഡ് നിയോൺ സൈൻസ് കണ്ടിട്ടില്ലേ, കോർണേഴ്സിലൊക്കെ നമ്മളപ്പം ഈ എന്താ പറയാ ട്രാഫിക് സിഗ്നൽസിലൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ബോർഡുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കും. ലൈറ്റോട് കൂടി പല ഷെയ്ഡുകളിലാണ് വെക്കുക. പക്ഷേ ഇറ്റ് ഈസ് വെരി വെരി കോസ്റ്റ്ലി. ലാസ്റ്റ് മിസലേനിയസ് മെത്തേഡ്. മിസലേനിയസ് മെത്തേഡ് എന്താ, many pharmaceutical firms offer gift items to the physicians അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ്. ഇപ്പൊ ഒരു $10 പാക്കറ്റ് എടുത്ത ഒരു കൊട ഫ്രീ. അതെന്താ, മിസലേനിയസ് മെത്തേഡ്. ബൈ ഗിവിംഗ് ഗിഫ്റ്റ്. സോ ഡയറി, പെൻ, ബോൾ പെൻ, പെൻ ഹോൾഡർ. ചില ആൾക്കാർ ഈവൻ എന്താ പറയുക ടൂർ പാക്കേജസ് വരെ കൊടുക്കാറുണ്ട്, പേപ്പർ വെയിറ്റ് കാർഡ്. അതൊക്കെ മിസലേനിയസ് മെത്തേഡ്സ് ആണ്. സോ ഈ ആർട്ടിക്കിൾസ് ഡെയിലി യൂസോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. Then essential features of good advertisement. So the text or body of an advertisement നെയാണ് നമ്മൾ അഡ്വർടൈസിങ് കോപ്പി എന്ന് വിളിക്കുന്നത്. അതിന്റെ ബോഡി, അപ്പൊ അതിനകത്ത് ഹെഡ്ലൈൻ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും, അഡ്വർടൈസ്മെന്റ് പേര്, അയാളുടെ അഡ്രസ്, ഫോട്ടോഗ്രാഫ് ഒക്കെ ഉണ്ടാവും. സോ അഡ്വർടൈസിങ് കോപ്പി എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇറ്റ് ഷുഡ് ബി മെയ്ഡ് അട്രാക്റ്റീവ് ബൈ യൂസിങ് പിക്ചേഴ്സ്, ഹെഡ്ലൈൻസ്, ദെൻ അട്രാക്റ്റീവ് ബോർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. സോ ആസ് ടു മേക്ക് പീപ്പിൾ റീഡ്, സീ ആൻഡ് ലിസൺ. Then it must contain solid argument, then proof to convince the consumers about the
superior quality of the product. Okay, അപ്പം നമുക്ക് അങ്ങനെ ആർഗ്യൂ ചെയ്തിട്ട് പ്രൂഫ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കാണിച്ചു കൊടുക്കാം. ആൻഡ് ക്യാൻ ഓൾസോ എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ റിഗാർഡിംഗ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ബേബി മിൽക്ക് പൗഡർ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, ആ അഡ്വർടൈസ്മെന്റ് കൂടെ. അതൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സോ എക്സ്ട്രാ ഹെഡ്ലൈൻസ് കൊടുക്കുക, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഇപ്പൊ 3 സ്റ്റാർ 5 സ്റ്റാർ ക്വാളിറ്റി മാർക്ക് ചെയ്യുക, എങ്ങനെയാണ് കൊടുക്കേണ്ടത് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് മാർക്ക് ചെയ്യുക. ദെൻ പബ്ലിക്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സജഷൻസ് കൊടുക്കും, കോൾഡിനും കഫിനും ഉപയോഗിക്കുക, വിക്സ് 500 എന്നൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. അതൊക്കെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആണ് അല്ലെ ഒരു ഗുഡ് അഡ്വർടൈസ്മെന്റ്. ദെൻ ഒരു പെർമനന്റ് ഇംപ്രഷൻ ആളുകളിൽ ഉണ്ടാക്കുന്നത് ഒരു ട്രേഡ് മാർക്ക് ആയിട്ട് പിന്നീട് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് ഇറ്റ് ഷുഡ് ക്രിയേറ്റ് ദ നീഡ് ഫോർ ദ പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ. ഇറ്റ് ഷുഡ് അപ്പീൽ ടു ദ വേരിയസ് ഇൻസ്റ്റിങ് ഓഫ് ദ പീപ്പിൾ. പിന്നെ ആൾക്കാരിലേക്ക് ഈ അഡ്വർടൈസ്ഡ് പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സഹായിക്കും. ഇത്രയുമാണ് അഡ്വർടൈസ്മെന്റ്. സോ അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അഡ്വർടൈസ്മെന്റ് പുതിയ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ്. കസ്റ്റമറുമായി ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല, റുട്ടീൻലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ് അഡ്വർടൈസ്മെന്റ്. അതിന്റെ സ്കോപ്പ് വളരെ വൈഡാണ്, ഒരുപാട് ആളുകളിലേക്ക് എത്തും. ഓക്കെ, സോ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ സെയിൽ നടത്തുക, അതേപോലെ ഗുഡ്സ് കളക്റ്റീവ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക. The control of different media അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്, the control of different media of advertisement is in the hand of other institutions. ഇനി സെയിൽസ് പ്രൊമോഷൻ എന്താണ്? The various means of sales promotion is not so easy. കാരണം സെയിൽസ് പ്രൊമോഷനിൽ നമുക്ക് ഡയറക്റ്റ് ഒരാളുമായിട്ടേ വർക്കുള്ളൂ, അല്ലെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളൂ. ഒരു എന്താ പറയാ ലിമിറ്റേഷൻ ഉണ്ട്, സ്കോപ്പ് ലിമിറ്റഡ് ആണ്. അതേപോലെ the main objective is to fill the gap between the advertisement and the personal use. The control lies in the hand of the trader. അപ്പം ട്രേഡർ ആണ് അവിടെ എങ്ങനെ വേണം സെയിൽസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആരുടെ തീരുമാനമാണ്? അവിടെയുള്ള സെയിൽസിന്റെ തീരുമാനമാണ്. ഇനി നമുക്ക് വിൻഡോ ഡിസ്പ്ലേ എടുക്കാനുണ്ട്. ആൻഡ് ഓൾസോ വിൻഡോ ഡിസ്പ്ലേ, മാർക്കറ്റ് റിസർച്ച്, ആൻഡ് ഓൾസോ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഇത്രയും ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാമേ.